ഈ യാത്രയിൽ എ.പി. അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് ഉപനായകരിൽപ്പെട്ട ഒരാൾ പറഞ്ഞെന്താ അറിയും? അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞതൊന്നും പോരാ. അബുൽ ഐത്താം എന്ന് ചിലർ പറയും, അത് പോരാ. ചിലർ അബുൽ മസാഖീൻ എന്ന് പറയും, അതൊന്നും പോരാ. എന്റെ അഭിപ്രായത്തിൽ അബുൽ അനാം എന്ന് പറയണം എന്നാണ്. അനാം ബശർ, മനുഷ്യ കുലത്തിന്റെ പിതാവ്. ഞാൻ വിചാരിച്ചു രണ്ടാം ആദം നബിയെ വന്നു. ആദം നബി അലൈഹി സ്വലാമിലെ അബുൽ അനാം, അബുൽ ബഷർ, അബുൽ ബഷറിന്റെ പര്യായ പദമാണ് അബുൽ അനാം. ഈ പറഞ്ഞ അനാമിൽ ബഷറിൽ അബുൽ അനാം എല്ലാ മനുഷ്യരുടെയും പിതാവ് എന്നതിൽ ആ അനാമിൽ ആരുണ്ട്? മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലെ, ജസദിയായ പിതാവാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്തോ അവർ നോക്കി, ലോകത്തിന്റെ ഈ അണ്ടകടാഹത്തിന്റെ തുടക്കം മുതൽ ആദം നബി വരെയുള്ള സർവ്വ മനുഷ്യർക്കും അപായി വന്ന ആളാണത്രേ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആനക്കാമ്പോയിൽ അബൂബക്കർ മുസ്ലിയാർ. എങ്ങനെയുണ്ട്? ഞാൻ വെറുതെ പറയല്ല, പറയുന്നേട്ടുള്ളൂ. ഒരു മുദ്രാവാക്യം അല്ല, വിശിഷ്യ നായകൻ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് വിദേശ രാജ്യങ്ങളിൽ പല ഇന്റർനാഷണൽ കോൺഫറൻസിനും ചെല്ലുമ്പോൾ പലരും പലതാണ് വിളിക്കാറുള്ളത്. ചിലർ വിളിക്കും അബുൽ ഐത്താം എന്ന് വിളിക്കും, ചിലർ വിളിക്കും അബുൽ മസാഖീൻ എന്ന് വിളിക്കും, ചിലർ വിളിക്കും അബുൽ അറാമിൽ എന്ന് വിളിക്കും, ചിലർ സുൽത്താൻ ഉലമെന്ന് വിളിക്കും, ചിലർ ഖമറുൽ ഉലമെന്ന് വിളിക്കും. എന്നാൽ ഈ വിരുന്നിന് ഇഷ്ടപ്പെടുന്നത് അബുൽ അനാം, മനുഷ്യരുടെ പിതാവ്, മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ തങ്ങളെ ഉപനായകനാക്കി തരാൻ ഉണ്ടാതിരിക്കും, പേരോണ്ട് മറികടക്കണല്ലോ. അതിനാണ് ഈ കിടന്ന് ചാടി കളിക്കുന്നത്. മാമാന അബുൽ അനാം, പേരോടെ എവിടെ പോയിരിക്കാം? അബുൽ അനാം, മോനെ അനാം എന്ന് പറഞ്ഞ മനുഷ്യനല്ലേ, മനുഷ്യകുലത്തിന്റെ പിതാവാണെങ്കിൽ ഇയാൾ ആദം നബിയായി വരണ്ടേ? ഇവിടെ എന്ത് വിഡ്ഢിത്തമാണ് ഇയാൾ പറയുന്നത്? നമ്മളൊക്കെ പള്ളി ദർസ് പഠിക്കുന്ന കിതാബ് തുഹ്ഫത്തുൽ ഇഖ്വാൻ, ആലങ്കാരികമായി ഭാഷാ പ്രയോഗങ്ങളൊക്കെ പഠിക്കുന്ന കിതാബാണ്. ഈ ചങ്ങായി അതും പഠിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ മുഖ്തസറുൽ മആനി, ഇതൊന്നും ഓതിയിട്ടില്ല, ആലങ്കാരികമായ പ്രയോഗങ്ങളൊന്നും അറിയില്ല. അതാണ് എല്ലാത്തിനും വലിയ അപകടം പറ്റുന്നത്. ഇതൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അന്ന് ഇതേമാതിരി എന്തെങ്കിലും ഇങ്ങനെ ആരെങ്കിലും കുറ്റം പറയാനും തെറി പറയാനും പോയിട്ടുണ്ടായിരിക്കും, ഞാൻ മനസ്സിലാക്കുന്നതാണ്. എന്നാൽ പിൽക്കാലത്തെങ്കിലും ഒരു കാര്യം ബോധം വെക്കുമ്പോൾ അതൊന്നും മനസ്സിലാക്കണ്ടേ? ഇതിങ്ങനെ ചിരിക്കാനും കുറേ കുഞ്ഞാടുകളും. എന്താണ് അത്തരം പ്രയോഗങ്ങൾ എന്ന് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അനാം എന്നത് മനുഷ്യനാണ്, അബുൽ അനാം. അപ്പോൾ ആദം നബിയാണ്, ആദം നബിറ്റ് വന്നുപോയി, രണ്ടാം ആദം നബിറ്റ് വന്നുപോയി എന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടമാണ്. അപ്പോൾ ഇത്തരം പ്രയോഗങ്ങളൊക്കെ ആലങ്കാരികമായിട്ടുള്ളതാണ്. അബുൽ അനാം എന്നൊക്കെ പറയുന്ന ഒരു ആലങ്കാരിക പ്രയോഗമാണ്. ഇനി ഞാൻ ഈ കുറച്ച് ഉദാഹരണങ്ങൾ ചില കിതാബുകളിൽ നിന്ന് കാണിക്കാം. ഒരൊറ്റ കിതാബിൽ നിന്ന് തന്നെ ഷദറാത്ത് ദഹബ് എന്ന് പറയുന്നൊരു കിതാബ്. ആ കിതാബിൽ ചില ഇമാമിങ്ങളെ പറ്റിയും മുൻകാലത്തുണ്ടായിരുന്ന പണ്ഡിതന്മാരൊക്കെ പറ്റി മുഫ്തിൽ അനാം, അല്ലാമത്തുൽ അനാം, ഷെയ്ഖുൽ അനാം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഇതൊക്കെ ഞാൻ കിതാബ് കാണിച്ചു തരാം. അപ്പോൾ ഈ ചങ്ങായി പറഞ്ഞത് പ്രകാരം അൽ അനാം എന്ന് പറയുമ്പോൾ മുഫ്തിൽ അനാം എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പറ്റിയും മുല്ല അലിൽ ഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ ഹാഷിയത്ത് മിഷ്കാത്തിൻ്റെ ഹാഷിയായ മിർഖാത്തുൽ മസാബിഹിൻ്റെ തുടക്ക ഭാഗത്തിൽ പറഞ്ഞത് കാണാൻ കഴിയും മുഫ്തിൽ അനാം. അത് കണ്ടോളൂ, ഞാൻ കാണിച്ചു തരാം. വലമ്മ ദക്കറ ഷെയ്ഖുൻ അൽ ആലിമുൽ അല്ലാമ വൽ ബഹറുൽ ഫഹാമ ഷെയ്ഖുൽ ഇസ്ലാം മുഫ്തിൽ അനാം. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പറ്റിയാണ് പറയുന്നത് മുഫ്തിൽ അനാം. അപ്പോൾ നൗഷാദിൻ്റെ ഭാഷയിൽ ആദം നബി മുതൽക്ക് ഇങ്ങോട്ടുള്ള എല്ലാവർക്കും മുഫ്തിയാണ് ഇബ്നു ഹജർ തങ്ങൾ എന്ന് പറയേണ്ടി വരും നൗഷാദിൻ്റെ ഭാഷയിൽ. മുഫ്തിൽ അനാം. ഇത് മാത്രമല്ല, ഷദറാത്തു ദഹബിൽ തന്നെ ബഹുമാന്യരായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഉസ്താദായ സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞു കാണാൻ കഴിയും. ഇങ്ങനെ കുറച്ചപ്പുറത്ത് ഞാൻ കാണിച്ചു തരാം, വായിച്ചു തരാം. നോക്കി നിങ്ങൾ എന്താ, വഹ്വ ഉംദത്തുൽ ഉലമാഇൽ അഅലാം വഹുജ്ജത്തുല്ലാഹി അലൽ അനാം. അള്ളാഹിൻ്റെ തെളിവാണ് എന്നൊക്കെ, മനുഷ്യൻ്റെ മേൽക്കുള്ള അള്ളാഹിൻ്റെ തെളിവ്. ഹുജ്ജത്തുല്ലാഹി അലൽ അനാം എന്ന് പ്രയോഗിച്ചത് സക്കരിയ അൻസാരി റളിയല്ലാഹുവിനെ പറ്റി, അലൽ അനാം. അപ്പോൾ ഈ നൗഷാദിൻ്റെ ഭാഷയിൽ ഇപ്പോൾ എന്തെല്ലാം വേണ്ടി വരും? അപ്പോൾ ആദം നബി അടക്കമല്ല അവർക്ക് എല്ലാവർക്കും തെളിവാണ് ആര് ബഹുമന്ദിരായ സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു. ഭാഷാപരമായ പ്രയോഗങ്ങളെ പറ്റി ഒന്നും അറിയില്ല. ഇനി നോക്കും വേറെ ചില കിതാബുകൾ കാണാൻ കഴിയും. ഇനി ഒരേ കിതാബ് തന്നെ, എല്ലാം ഒരേ കിതാബ് തന്നെ കാണാൻ കഴിയുന്നത്. ഈ നോക്കി നിങ്ങളെ അബു മുഹമ്മദ് അബ്ദുറഹ്മാൻ ബിൻ അലി ദൈബിഇ എന്നവരെ ഷൈബാനി അവരെ പറ്റി പറയുന്നു. വഖാല ഫി നൂറി ഹുവൽ ഇമാം അൽ ഹാഫിദ് അൽ ഹുജ്ജ അൽ മുത്തഖിൻ ഷെയ്ഖുൽ ഇസ്ലാം അല്ലാമത്തുൽ അല്ലാമത്തുൽ അനാം. കണ്ടില്ല നിങ്ങൾ? അപ്പോൾ അവരെയും അല്ലാമത്തുൽ അനാം, മനുഷ്യർക്ക് മൊത്തം ആലിമാന്ന് പറയുന്നത്. അപ്പോൾ ആദം നബി മുതൽ അവിടെ ഇങ്ങോട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കം എല്ലാവർക്കും ആലിമാണ്. അവരെ ഇന്ന് പറയേണ്ടി വരും നൗഷാദിൻ്റെ ഭാഷയിൽ
അപ്പോൾ ഈ നൗഷാദ് പറയുന്നൊരു അന്തവും കുന്തവും ഇല്ലാന്ന് തോന്നുന്നു. ഈ നോക്കി വേറെ കാണാൻ കഴിയും, വേറെയും ചില പണ്ഡിതന്മാരെ പറ്റിയൊക്കെ പറയാൻ കാണാൻ കഴിയും. എന്താ നോക്കി നിങ്ങൾ, ഇസുദ്ദീൻ അബു നസർ അബ്ദുസ്സലാം എന്ന ആ മഹാപണ്ഡിതനെ പറ്റി പറയുകയാണ്. എന്താ പറയുന്നറിയാം, ഒബിൽ ജുംലത്തി ഫഇന്നഹു കാന മുഫ്തിൽ അനാം. അടാ മുഫ്തിൽ അനാം. അപ്പോൾ നൗഷാദിൻ്റെ ഭാഷയിൽ ആദം നബി തൊട്ട് മുതൽ ഇങ്ങോട്ട് വരെയുള്ള എല്ലാവർക്കും മുഫ്തിയാണ് ഇവരെന്ന് പറയേണ്ടത്. ഇനിയുണ്ട് വേറെയും ഇതേ കിതാബ് തന്നെ, സെയിം കിതാബ് തന്നെ, ഒരേ കിതാബ് തന്നെ കാണാൻ കഴിയും. എത്ര ഇമാമുകളെ പറ്റി പറയുന്നത് അതാ, ഷെയ്ഖുൽ അനാം മുഫീദു കുല്ലി മുഹഖിഖ് ബെയ്ത്താണ്. ഷെയ്ഖുൽ അനാം ഷെയ്ഖുൽ അനാം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചില പണ്ഡിതന്മാരെ പറ്റി വേറെയും ഉണ്ട്. ഇങ്ങനെ പല കിതാബുകൾ കാണാൻ കഴിയും, ഒരുപാട് കിതാബുകൾ. ഇത് മാത്രമല്ല, വേറെയും ചില കിതാബുകളിൽ ഇങ്ങനെ കാണാൻ കഴിയും. എന്താ ഷെയ്ഖുൽ അനാം, ഇങ്ങനെ എത്ര കിതാബുകൾ. ഇതൊക്കെ ഒരു കിതാബ് ഞാൻ ഉദ്ധരിച്ചത്. ഇനി വേറെ എല്ലാ കിതാബുകളും കാണാൻ കഴിയും ചില പണ്ഡിതന്മാരെ പറ്റി. മുഫ്തിൽ അനാം, അല്ലാമത്തുൽ അനാം, അതുപോലെ തന്നെ ഷെയ്ഖുൽ അനാം, ഇങ്ങനെയൊക്കെ മനുഷ്യരുടെ ഷെയ്ഖ് അപ്പോൾ ഈ നൗഷാദിൻ്റെ ഭാഷയിൽ ഇതൊക്കെ ഇവരൊക്കെ എന്താവേണ്ടി വരും, ആദം നബിൻ്റെ അവിടുന്ന് ഇങ്ങോട്ടുള്ളവരൊക്കെ ഉണ്ടാവേണ്ടി വരുമല്ലേ നൗഷാദിൻ്റെ ഭാഷയിൽ. ഇപ്പോൾ നൗഷാദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇമാമികളെ പറ്റി പറയുകയാണെങ്കിൽ എന്താ ഒരു കറുത്ത, അവിടെയൊക്കെ എന്താ നൗഷാദ് പറയുക, മുഫ്തിൽ അനാം ഷെയ്ഖുൽ അനാം എന്നൊക്കെ ഇബ്നു ജറർ തങ്ങളെ പറ്റി പറയുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇബ്നു ജറർ റളിയല്ലാഹു അൻഹു ആദം നബിൻ്റെ അവിടുന്ന് ഇങ്ങോട്ടുണ്ട് എന്ന് വെക്കേണ്ടത്. ഇത് ഭാഷാപരമായിട്ടുള്ള സാങ്കേതിക പ്രയോഗങ്ങളൊന്നും ചങ്ങായി പഠിച്ചിട്ടില്ല, ഈ ചങ്ങായിക്ക് അറിയില്ല. ആലിമീങ്ങൾ തെറിയരെ മാത്രം പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഇവൻ പറയുന്നത് എന്താ, ഔലിയാക്കന്മാരെ പറ്റി ഖുത്തൂബ് എന്നൊക്കെ പറയുന്നത്. ചങ്ങായേ നൗഷാദെ, ഈ ലഖബലം എന്നൊരു സംഗതി അറബി ഭാഷയിലുണ്ട്, അത് പഠിച്ചിട്ടില്ലേ? സ്ഥാനത്തിനനുസരിച്ച് കൊടുക്കുന്ന പേര്, സ്ഥാനപ്പേര് എന്നൊക്കെ പറയും. അപ്പോൾ അത് ഔലിയാക്കന്മാർക്കുള്ള സ്ഥാനങ്ങളല്ല. ഖുതുബ്, അഖ്താബ്, അഗിയാസ്, ഗൗസ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ഔലിയാക്കന്മാരുടെ സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനമല്ല ഇത്. രണ്ടും ഔലിയാക്കന്മാർക്ക് നൽകുന്ന സ്ഥാനം, അവർക്കുള്ള സ്ഥാനമാനങ്ങളല്ല ഇത്. രണ്ടും വ്യത്യാസമാണ്. രണ്ടും കൂട്ടിക്കുഴച്ചുകൊണ്ട് ആകെ ഇവർക്ക് എന്തൊക്കെയോ സംഭവിച്ചിരിക്കണം. സത്യത്തിൽ ഈ കേരള യാത്ര ഇങ്ങനെ മൊത്തം കണ്ടപ്പോൾ ഇവൻ്റെ മനസ്സിലൊക്കെ ആകെ വെപ്രാളം പൂണ്ടുകൊണ്ട് ഇപ്പോൾ എന്തൊക്കെയോ ആയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത് ഇതൊക്കെ തലക്കുന്ന് പഠിക്കന്നെ വേണം. അല്ല, ഞാൻ എൻ്റെ സംശയമാണ്, ഈ ഇവരെ ഷെയ്ഖ് കോമാട്ടിച്ചാലിൽ അബ്ദുള്ള എന്ന് പറയുന്ന ആൾ അള്ളാഹ് സംസാരിക്കുന്ന ആൾ, ഇൽഹാമുള്ള ആളെന്നല്ലേ പറയണത്. ആ ഇൽഹാമുള്ള ആളുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരല്ലേ ഇവർ മൂന്നാൾക്കാരും. നൗഷാദാണെങ്കിലും സമദാണെങ്കിലും കുഞ്ഞാമദാണെങ്കിലും ഈ ഷെയ്ഖ് കോമാട്ടിച്ചാലിൽ അബ്ദുള്ള എന്ന് പറയുന്ന വ്യാജ സൂഫി, വ്യാജ ഷെയ്ഖായി നടക്കുന്ന ആൾ അള്ളാഹുമായി സംസാരിക്കുന്ന ഇൽഹാമുള്ള ആളാണെന്ന് പറയുന്നത്, അയാളുമായി ചുറ്റിപ്പറ്റി നടക്കുന്ന ആളാണ്. അപ്പോൾ ഇത്തരം വിവരങ്ങളൊക്കെ അയാൾ പറഞ്ഞെന്നാണോ? ഇത് വിരോധാഭാസം. ഇതൊക്കെ ഇതാണ് നിങ്ങളെ ഇൽഹാം, നിങ്ങൾ ഷെയ്ഖിനെ കിട്ടുന്ന ഇൽഹാം ഇതൊക്കെ തന്നെയാണോ? ഇയാൾക്ക് അറബി ഭാഷയിലും ഒരു പിടിപാടില്ല എന്ന് മനസ്സിലാണ്. ഇതാണ് നിങ്ങളെ ഷെയ്ഖിൻ്റെ അടുത്ത് കിട്ടുന്ന ഇൽഹാമെങ്കിൽ നിങ്ങൾക്ക് ആ ഷെയ്ഖ് തനി വ്യാജന എന്നറിയാം. ഇതൊക്കെ തന്നെ മതി. ഒന്ന് ഷെയ്ഖ് പറഞ്ഞിടത്തായിരിക്കണം. അല്ലത് ഇപ്പം എങ്ങനെ ഇൽഹാമിലൂടെ കിട്ടുന്ന ഇൽമല്ലേ, ഷെയ്ഖിന് കൂടെ കിട്ടിയ ഇൽമല്ലേ ഇതൊക്കെ തന്നെ. അപ്പോൾ എന്താണ് ഈ ലഖബലം എന്നുള്ളത്, സ്ഥാനപ്പേര് എന്നുള്ളതും മദ്ഹിൻ്റെ പേരിലും അത് കൊടുക്കുന്ന ബഹുമാനത്തിൻ്റെ പേരിലും കൊടുക്കുന്ന പേരുകൾ എന്താണെന്നുള്ളത് പോലും ഈ ചങ്ങായിക്ക് അറിയില്ല, ഒന്നും അറിയില്ല. എന്താ ചെയ്യുക, കഷ്ടം തന്നെ. ഇങ്ങനെയൊക്കെ പോയ നൗഷാദ് എന്താ ഈ ആലിമ്യങ്ങൾ തെറി പറയേണ്ടത് കാര്യമുള്ളത്, ഗീബത്ത് പറയേണ്ടത് കാര്യമുള്ളത്? സമയം വേസ്റ്റാക്കുന്ന മുന്നേ നന്നായിക്കൂടെ, സമയം നന്നായിക്കൂടെ? ഇങ്ങനെയൊക്കെ വെറുതെ വേണ്ടാത്ത സംസാരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കാം. ഒരൊറ്റ നമ്പർ കൊടുത്തിട്ടില്ല എന്നുള്ള ബോധ്യപ്പെടുന്നത് 3-4 ആളുകൾ മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് ശിങ്കിടികളും, അല്ലാതെ വേറെ മനുഷ്യനും ഇല്ല. എല്ലാം ഇപ്പം ഈ മുഫ്തിൽ അനാം എന്നൊക്കെ പറയുമ്പോൾ ഷെയ്ഖുൽ അനാം, അതുപോലെ തന്നെ ഹുജ്ജത്തുല്ലാഹി അലൽ അനാം എന്നൊക്കെ പറയുമ്പോൾ ആദം നബിനെ ഒക്കെ വരേണ്ടി വരില്ല ഈ ചോദ്യം വരുമ്പോൾ. അബുൽ അനാം ഷെയ്ഖുന സുൽത്താൻ ഉലമയ ബദ്രു സാദാത്ത് വിശേഷിപ്പിക്കുമ്പോൾ ഇവരെ ഭാഷയിൽ ഇപ്പോൾ എന്തോ ആണോ ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ. അപ്പോൾ എന്താണെന്നും അറിയില്ല, എന്നിട്ട് വിവരമില്ല എന്നുള്ള അതും അറിയില്ല, എന്നിട്ട് എന്തെങ്കിലും മൈക്ക് കിട്ടിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക. എന്താ ഇപ്പോൾ ചെയ്യുക? മനസ്സ് നന്നാക്കുന്നില്ലെങ്കിൽ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. വസ്സല്ലല്ലാഹു വസ്സലാം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.